ഹലോ, എല്ലാവർക്കും പിക്ക് ആൻഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിലുള്ള ഒരു സൂപ്പർ മാംഗോ ഡിലൈറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമാണ്. അതോടൊപ്പം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡിലൈറ്റ് തയ്യാറാക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങ, ബ്രെഡ്, പാല്, മിൽക്ക് മെയ്ഡ്, പിന്നെ വിപ്പിംഗ് ക്രീം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേയിലാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡ് നമുക്കെടുക്കാം. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. നമ്മൾ പാലിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. പാലിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരികൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബ്രെഡ് ആദ്യം ഒന്ന് പാലിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ പുഡിംഗ് ട്രേക്ക് അടിവശത്തായിട്ട് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അരികിലായിട്ട് ചെറുതായ കഷ്ണം ബ്രെഡും കൂടെ വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ മുഴുവനായിട്ട് സെറ്റ് ചെയ്തെടുത്തു. അതിന് മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇതിൽ മെയിനായിട്ട് 3 ലെയറാണ്. നമ്മൾ 3 ലെയർ ചെയ്തതിന് ശേഷം തന്നെ ബാക്കിയുള്ളതും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് 6 ലെയറാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ലെയറായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് മാംഗോ ഡിലൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 4 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലിപ്പോൾ കഷ്ണങ്ങളാക്കിയതിൽ പകുതി നമ്മൾ തേർഡ് ലെയറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി പകുതി മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ തേർഡ് ലെയർ ആൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ സെറ്റ് ചെയ്തെടുക്കണം. അടുത്ത ലെയർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ലെയർ തന്നെയാണ്. ബ്രെഡ് പാലിൽ മുക്കിയത് സോക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫോർത്ത് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അരികു വശത്തായിട്ട് നമുക്ക് ചെറിയ ചെറിയ ബ്രെഡിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഫോർത്ത് ലെയർ സെറ്റായി. ഇനി നമ്മളെ നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് അഗെയിൻ വിപ്പിംഗ് ക്രീം തന്നെയാണ്. വിപ്പിംഗ് ക്രീം നമ്മൾ ഏകദേശം ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ മുകളിലൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ബാക്കിയുള്ള മാങ്ങ കഷ്ണങ്ങളാക്കിയതും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള മാംഗോ ഡിലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. ഇതുപോലുള്ള നമ്മുടെ റെസിപ്പീസിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.